ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോസിൽ ഞാൻ പറയാൻ പോകുന്നത് ജിമ്മിൽ പോകാതെ തന്നെ വയറെങ്ങനെ കുറയ്ക്കാം. അത് വീട്ടമ്മമാർക്കും അച്ഛനും അനിയന്മാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാനിത് എൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ വയറിപ്പം ഒരുപാട് അമ്മമാരൊക്കെ ഇപ്പോൾ ജിമ്മിൽ പോകാൻ ചിലപ്പം പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ വിടത്തില്ലായിരിക്കും. അതേപോലെ തന്നെ പെങ്ങന്മാരെയും പയ്യന്മാർക്ക് പോകാൻ ചിലപ്പം ഫീസ് അടയ്ക്കാൻ കാണത്തില്ല. അപ്പം അവർക്കൊക്കെ ചിലപ്പം വയറൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങി ഒന്ന് പുറത്തുനിന്നാണ് നടക്കാൻ നല്ല ഒരു മെനയായിട്ട് ഇരിക്കണം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വയറ് കുറയ്ക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഒരു 2-3 മാസം കൊണ്ടൊക്കെ നമുക്ക് നല്ല വയറ് ചാടിയിരിക്കുന്ന ആൾക്കാരൊക്കെ കുറയ്ക്കാൻ സിമ്പിൾ ടിപ്സ് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് വർക്കൗട്ട്സിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുക. ഇപ്പം മലയാളികൾ എല്ലാവരും ഇപ്പം 2 നേരം 3 നേരം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരായിരിക്കും. രാത്രിയും ഉച്ചയ്ക്കും രാവിലെയും പലരും ഇപ്പം രാവിലെ തന്നെ അരിയാഹാരങ്ങൾ കഴിക്കാൻ നിങ്ങൾ ദോശ, അത് കണക്ക് ഇഡ്ഡലി, അത് പിന്നെ ഉച്ചയ്ക്ക് നല്ല ചോറും മീനും എല്ലാം കഴിക്കുന്നത് ഓക്കെ. പക്ഷെ എല്ലാം ഒരു പരിധിയുടെ അപ്പുറം കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫേറ്റ് വരുന്നത് വയറിൽ. ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ ബോഡി ഇൻടേക്കിന്റെ മെയിൻറ്റെയിൻ കാലറി നോക്കുക. മെയിൻറ്റെയിൻ കാലറി എന്താണ്, കാലറീസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ നമ്മളെ കാലറീസ്, നമ്മളെ ബോഡി മെയിൻറ്റെയിനിങ് കാലറി ആദ്യം ചെക്ക് ചെയ്യണം. അത് നമുക്ക് ഗൂഗിളിൽ തന്നെ പറ്റും. അത് നമ്മൾ ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഒരു ദിവസം എത്ര ആഹാരം അല്ലെങ്കിൽ എത്ര കാലറീസ് നമുക്ക് ഇൻടേക്ക് ചെയ്യാം, അതാദ്യം നിങ്ങൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡിന്റെ രീതി കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെ അരിയാഹാരം ശകലം കഴിച്ച് അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഓട്സിൻ്റെ കൂടെ നട്ട്സ്, ചിയ സീഡ്, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ കഴിയാം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 100-150, പെട്ടെന്ന് ഞാൻ നിർത്താൻ പറയുന്നില്ല, നിങ്ങൾ ഇപ്പം കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയുടെ പകുതിയാക്കിയിട്ട് അതിൻ്റെ പകുതി കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് ആക്കണം. അപ്പോൾ 150 ഗ്രാം ചോറ്, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒരു 150 ഗ്രാം ചോറും അതിന്റെ കൂടെ തന്നെ കുറച്ച് മീനും തോരനും അവിയലും അതേപോലെ തന്നെ എന്തെങ്കിലും ചിക്കനോ മുട്ടയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോട്ടീനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ കഴിക്കും. നിങ്ങൾക്കിപ്പോ എന്ത് ആഹാരം കഴിക്കണമെങ്കിലും കാർബ് ഒരു ഇപ്പൊ ഒരു നേരം ഇപ്പൊ നിങ്ങളിപ്പം ചോറ് കഴിക്കുന്നെങ്കിൽ 150 ഗ്രാം ചോറും കുറച്ച് ചിക്കനും അല്ലെങ്കിൽ കുറച്ച് മുട്ടയും പിന്നെ നിങ്ങൾ ഈ തോരനോ അവിയലോ തൈരോ മീനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിയാം. അത് പക്ഷെ ഒരു അളവ്, ആ അളവ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ കാലറി നോക്കിയിട്ട് അത് അളന്ന് ഓരോ ആഹാരം നമുക്ക് അളക്കണം, അളന്ന് വേണം കഴിക്കാൻ. അത് കുറച്ച് നാൾ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് നമുക്ക് ഓക്കെ ആവും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ രാത്രി, ഇപ്പോൾ ഉച്ചത്തെ നമ്മളെ കാര്യം പറഞ്ഞു, അടുത്ത രാത്രി നമ്മൾ ചെയ്യേണ്ടത് ഒരു 8 മണിക്ക് മുമ്പേ നമ്മൾ കഴിക്കുക. 8 മണിക്ക് മുമ്പ് അരിയാഹാരമാണെങ്കിൽ ഒരു ശകലം കഴിക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിശപ്പൊന്ന് അടങ്ങാൻ വേണ്ടി കഴിക്കുക. ഫുഡിന്റെ രീതി ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ജിമ്മിൽ പോകാനും പറ്റത്തില്ല. ഞാൻ ഈ വയറ് മാത്രമായിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വയറ് മാത്രമായിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല, എന്നാലും കുറയും. നമ്മൾ ഫുഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ കാലറി എല്ലാം നോക്കിയാൽ വയറ് വലിയ നല്ല ചാടിയിരിക്കുന്ന വയറൊക്കെ ആണെങ്കിൽ കുറയും ഫുഡിന്റെ രീതി. അതേപോലെ നിങ്ങൾ പുറത്തുള്ള ഫാസ്റ്റ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. പകരം ഫ്രൂട്ട്സിലെ ഷുഗറൊക്കെ കഴിച്ചു, പകരം ഈ റിഫൈൻഡ് ഷുഗേഴ്സ് ഒന്നും നിങ്ങൾ കഴിക്കരുത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഓയിൽ മാക്സിമം കുറച്ച് കഴിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഞാനൊരു ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എനിക്കൊരു 95 കിലോയോളം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം 1 വർഷവും 3 മാസവും എടുത്താണ് എനിക്ക് ആപ്സ് ഒക്കെ വിസിബിൾ ആയി തുടങ്ങിയത്. ഞാൻ റിഫൈൻഡ് ഷുഗേഴ്സ് കഴിക്കത്തില്ല, ഓയിൽസ് കഴിക്കത്തില്ല. ഓയിൽസ് എന്ന് വെച്ചാൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ലൈറ്റ് ആയിട്ടുള്ള ഓട്സ്. ഇപ്പൊ ഒരു മുട്ട ഞാൻ ഓംപ്ലേറ്റ് അടിക്കുന്നെങ്കിൽ ഞാൻ ഒരു ചെറിയ 2 ഡ്രോപ്പ് തുള്ളി ഒഴിച്ചിട്ട് ആണ് ഞാൻ മുട്ട പൊരിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നല്ലവണ്ണം ഡയറ്റ് ഒക്കെ എടുത്താണ് ഞാൻ എന്താ പറയുക ഈ ഒരു ബോഡി ഞാൻ കണ്ടീഷൻ ഇങ്ങനെ ആക്കി. എനിക്ക് ഏകദേശം ഡബിൾ ചിന്നും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, ഒരു ടീഷർട്ട് പോലും ഇടാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് വയറ്, വിഷയം വിട്ടുപോയി.
നിങ്ങൾക്ക് വയറ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്ത് പുറത്തുള്ള ആഹാരങ്ങളൊക്കെ കട്ട് ചെയ്ത് വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല പോഷകം ആയിട്ടുള്ള നല്ല ആഹാരങ്ങളും മുട്ടയും എല്ലാം കഴിക്കുക. നിങ്ങൾ ആഹാരത്തിനോട് എപ്പോഴും പ്രോട്ടീൻസ് കൂട്ടി കഴിക്കുക. ജിമ്മിൽ പോണ വ്യക്തി അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോട്ടീൻ എടുക്കണം. ജിമ്മിൽ പോകുന്നവർക്ക് വരെ 1.5 മേളിൽ എടുക്കണം എന്നാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇപ്പം ജിമ്മിൽ പോകാൻ പറ്റാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇപ്പൊ വീട്ടമ്മമാരൊക്കെ ആയാലും നിങ്ങളൊന്ന് ഒരു ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊരു 3 to 4 കിലോമീറ്റർ നിങ്ങൾക്ക് നടക്കാം. നടന്നാലും ഡെയിലി നടക്കണം. 2 നേരം ഞാൻ നടക്കാൻ പറയുന്നില്ല. ഒരു ദിവസം ഒരു നേരം ഒരു 3 to 4 കിലോമീറ്റർ നടക്കുക. നിങ്ങൾക്ക് കൂടെ നിങ്ങളെ കുട്ടികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിലോ ചേട്ടനുണ്ടെങ്കിലോ അനിയനുണ്ടെങ്കിലോ ആരെങ്കിലുമൊക്കെ കൂട്ടി, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിലോ ആരെങ്കിലും കൂട്ടി നടക്കാൻ പോവുക. സംസാരിച്ച് നടക്കുമ്പോൾ വലിയ ബോറാവത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങാൻ നടക്കാൻ മടിയാണെങ്കിൽ വല്ല പാർക്കിലോ ബീച്ചിലോ അങ്ങനെ എന്തെങ്കിലും നടക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഹോൾ ബോഡി വർക്കൗട്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. മീൻസ് നമ്മളിപ്പം നമുക്ക് വയർ മാത്രമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വയർ മാത്രം കുറയ്ക്കാം. നമ്മൾ ബോഡി വർക്കൗട്ട്, നമ്മൾ ശരീരം മുഴുവൻ ഓരോ പാർട്ടിനും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ആഴ്ച 2 തവണ ആപ്സിനും കൂടെ കളിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ജിമ്മിൽ പോകുന്നവർക്ക്. ഹോൾ ബോഡി വർക്കൗട്ടിൻ്റെ കൂടെയും കൂടെ വയർ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഡയറ്റും എടുക്കുമ്പോഴാണ് നല്ല രീതിക്ക് നമുക്ക് വയറ് കുറയുന്നത്. അതാണ് ജിമ്മിൽ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വയറ് കുറയുന്നത്, നല്ലൊരു ട്രെയിനറാണ് പറഞ്ഞു തരുന്നെങ്കിൽ. ഇപ്പൊ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആകെ 2-3 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ രാവിലെ എണീച്ച് അല്ലെങ്കിൽ വൈകിട്ട് നടക്കുക. ഇപ്പൊ അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ ഫുഡിന്റെ കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ട് മാത്രമേ, അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു അസുഖമൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ചെയ്യുക. അപ്പോൾ ഈ ഷുഗർ കട്ട് ചെയ്യണത് നിങ്ങൾ പെട്ടെന്ന് കട്ട് ചെയ്യല്. നോർമലായിട്ട് പയ്യെ 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 മാത്രമേ, നല്ല ഷുഗർ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് കട്ട് ചെയ്താൽ ഭയങ്കര വിഷയം. അതുകൊണ്ട് പയ്യെ പയ്യെ കട്ട് ചെയ്ത് പിന്നെ ഫുള്ള് കട്ട് ചെയ്യുക. ഫ്രൂട്ട്സിന്റെ ഷുഗർ എടുക്കാം, അങ്ങനെ എല്ലാം കഴിക്കാം. നിങ്ങൾ റിഫൈൻഡ് ഷുഗേഴ്സ് മാത്രമേ കഴിക്കാതെ കഴിക്കല്ലേ. ചെറിയ ചെറിയ വാക്കിന് തെറ്റുകൾ വരും, ക്ഷമിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ രാവിലെ നടക്കുക. അത് പിന്നെ നിങ്ങൾ ഒരു 3 ലിറ്ററോ 4 ലിറ്ററോ വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കുക. അതേപോലെ തന്നെ ഫുഡ് സമയം കഴിക്കുക. ഓയിൽ അടങ്ങിയ ഫുഡ് കഴിക്കരുത്. ഷുഗർ, പുറത്തുള്ള റിഫൈൻഡ് ഷുഗേഴ്സ് ഒന്നും കഴിക്കരുത്. നിങ്ങൾക്ക് അത്രയും ഷുഗറിന്റെ ക്രാവിങ്സ് ഉണ്ടെങ്കിൽ ആഴ്ച ഒരിക്കൽ എന്തെങ്കിലും മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും കഴിക്കുക. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ 14 to 15 അവർ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. ഇപ്പൊ രാത്രി നിങ്ങൾ 8 മണിക്ക് ശേഷം കഴിച്ചാൽ പിന്നെ പിറ്റേ ദിവസം ഒരു ഉച്ച അല്ലെങ്കിൽ ഒരു 11 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക. അത് ഈ ഫാസ്റ്റിംഗ് എല്ലാം ചെയ്ത ശേഷം നിങ്ങൾ വാരി വലിച്ച് കഴിക്കലെങ്കിൽ ഒരു പ്രയോജനമില്ല. ആഴ്ച 2 പ്രാവശ്യം ഫാസ്റ്റ് ചെയ്യുന്നത് നല്ല ഒരു കാര്യമാണ്. പിന്നെ വെള്ളം കുടിക്കുന്നതും നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഈ പ്രോട്ടീൻ ജിമ്മിൽ പോകണ്ടല്ലോ, പ്രോട്ടീൻ എന്തിനാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോട്ടീൻ കഴിക്കണം. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണ്. ആവശ്യം എന്ന് വെച്ചാൽ അത് മസ്റ്റാണ്. നിങ്ങൾ കഴിച്ചാലേ പറ്റത്തുള്ളൂ. കഴിക്കാതിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരും. പിന്നെ നിങ്ങൾക്ക് മസിൽസിന് വേണ്ടി ഏതെങ്കിലും വീട്ടിലെ തന്നെ ഹോം വർക്കൗട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ഞാൻ ഇനി കുറച്ച് വർക്കൗട്ട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇപ്പം അടുത്ത കുറച്ച് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു പാർട്ടിൽ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടും. അത് നിങ്ങളെല്ലാം വയറിന് ദിവസവും കളിച്ചില്ലെങ്കിലും ആഴ്ച ഒരു 3 തവണയെങ്കിലും വയറിന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യണത് ഏറ്റവും നല്ലതാണ്. നമ്മൾ അകത്തുള്ള മസിൽസുകൾ ബിൽഡ് ആവും. വെയിറ്റ് ഒന്നും ഉള്ളതല്ല, നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ ഇപ്പം ഞാൻ ഇടും. ഇതിൻ്റെ ഈ ഒരു ഇത് കഴിഞ്ഞോണ്ടേ തന്നെ ഞാൻ തൊട്ടടുത്ത ഇതിൽ ഞാൻ ഇടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മാക്സിമം നല്ലൊരു ഡയറ്റ് എടുത്ത് ആഹാരം എല്ലാം കൺട്രോൾ ചെയ്ത് ഷുഗർ എല്ലാം കട്ട് ചെയ്ത് നല്ല രീതിക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ വയറ് ഒരു 3 to 4 മാസത്തിനുള്ളിൽ നല്ല രീതിക്ക് കുറയും. അമ്മമാർക്കൊക്കെ ചിലപ്പം ചുരിദാറൊന്നും വയറ് നല്ല ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇടാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കും. പയ്യന്മാർക്ക് ഇതേപോലത്തെ നല്ല ടൈറ്റ് ടീഷർട്ട് ഇടാൻ പറ്റൂലായിരിക്കും. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ പെൺപിള്ളേർക്ക് ചിലപ്പം ചില പെൺപിള്ളേരെ ഒന്നും വിടത്തില്ല, ജിമ്മിലോട്ടൊന്നും വിടത്തില്ല. അമ്മമാർക്ക് പോകാൻ മടിയായിരിക്കും. അവർക്കൊക്കെ ചിലപ്പോൾ യൂട്യൂബിലെ ഒരുപാട് ഇതേപോലത്തെ ചാനൽസിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആശ്രയം.
ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നത്, ചിലവരൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങളാണ്. പക്ഷേ ചിലവർ 6 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും 20 ദിവസം കൊണ്ടും മാറും, അങ്ങനെയാണ്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ നല്ല ഒരു ഫുഡ് കൺട്രോൾ ചെയ്ത്, നല്ലൊരു ഡയറ്റ് നോക്കി, നല്ല ഷുഗറും കട്ട് ചെയ്ത്, ഓയിൽസുകളും എല്ലാം കട്ട് ചെയ്ത്, നോർമലായിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ വയറ് ചാടത്തില്ല. നിങ്ങൾക്ക് മസിൽസ് വേണം. പയ്യന്മാരെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് മസിൽസ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നെങ്കിൽ നിങ്ങൾ നല്ലോണം പ്രോട്ടീൻ ഇൻടേക്കും കൊടുത്ത്, ജിമ്മിൽ പോയില്ലെങ്കിൽ, ജിമ്മിൽ പോകുമ്പോഴേ നമുക്ക് മസിൽ ഗ്രോത്ത് എന്ത് പറയാനാ. ഞാൻ ഇപ്പം പ്രോഗ്രസീവ് ഓവർലോഡൊക്കെ മീൻസ് ഓരോ ആഴ്ചയും കുറച്ച് കുറച്ച് വെയിറ്റ് കൂട്ടി കളിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെയിനായിട്ട് സമയാസമയം ആഹാരം കഴിക്കുക, പിന്നെ നല്ല രീതിക്ക് ഉറങ്ങുക. ഉറങ്ങുമ്പോൾ നമ്മളെ കാലറീസ് വേണം, അതറിയോ. അപ്പം നല്ല രീതിക്ക് ഉറങ്ങണം, നല്ല രീതിക്ക് ആഹാരം മെയിൻറ്റെയിൻ ചെയ്ത് കാലറിക്കുള്ളിൽ കഴിക്കണം, ഷുഗർ കട്ട് ചെയ്യണം, ഓയിൽ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരാഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും നിങ്ങൾ വയറിന് വർക്കൗട്ട് ചെയ്യണം. ഈ നടക്കുന്ന കാര്യം എല്ലാവർക്കും ബാധകമാണ്. ഒരു 3 ടു 4 അല്ലെങ്കിൽ 4 ടു 5 ഡിപ്പെൻസ്. നിങ്ങൾക്ക് എത്ര നടക്കാൻ നോക്കുക അത്രയും നടന്ന് തിരിച്ച്, ഇപ്പം വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു 3 കിലോമീറ്റർ അപ്പുറം അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ അപ്പുറം എന്നല്ല, വീണ്ടും 2 കിലോമീറ്റർ തിരിച്ച് വീട്ടിൽ വരും. അപ്പം 4 കിലോമീറ്ററായി. നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളെ കാലിനായാലും നിങ്ങൾക്ക് വയറും കുറയും, സെറ്റാവും നിങ്ങൾ. അപ്പം ഞാനിപ്പം നെക്സ്റ്റ് ക്ലിപ്പിൽ ഞാൻ എൻ്റെ വർക്കൗട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് കാണണം. അതും കൂടെ കണ്ടാലേ എന്തെങ്കിലും ഉപയോഗമുള്ളൂ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഈ എന്താ പറയുക, ഈ വ്ളോഗിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ മൈക്കൊക്കെ വാങ്ങി. ഗ്രീനാറോ എന്ന് പറഞ്ഞ മൈക്കാണ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഞാൻ ഇപ്പോൾ ഇടാം, നിങ്ങൾ കണ്ടോ. അടുത്ത വർക്കൗട്ട് നമുക്ക് ജമ്പിങ് ജാക്സ് തുടങ്ങാം. ഇതൊരു 3 സെറ്റ് ചെയ്യണം. അതൊരു 12 ടു 15 റെപ്പ്. ഓരോ സെറ്റിലും 2 മിനിറ്റ് ടു 3 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാം. അത് ഡിപ്പെൻസ് പേഴ്സൺ. അത് കഴിഞ്ഞ് അടുത്ത മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യമാണ് സ്കോട്ട് കറക്റ്റ് പൊസിഷനിൽ തന്നെ ലെഗ് ഞാൻ വച്ചേക്കുന്ന കണക്ക് വച്ചിട്ട്, നമ്മൾ മുഖം നേരെ നോക്കി കൈ നൂത്തിട്ട് നേരെ തന്നെ നിങ്ങൾ ഒരു 15 ടു 20 റെപ്പെങ്കിലും സ്കോട്ട് ചെയ്യുക ഒരു സെറ്റിൽ. ഇത് കുറച്ച് റെസ്റ്റ് എടുത്തോ. വീട്ടമ്മമാർക്ക് കുറച്ച് പാടായിരിക്കും. ആദ്യമൊക്കെ നിങ്ങളൊരു 10 എണ്ണം പറ്റണയൊക്കെ അടിച്ചോ. അത് കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതി. ഒരു 3 സെറ്റാണ്. നിങ്ങളൊരു 3 ടു 4 മിനിറ്റ് വരെ റെസ്റ്റ് എടുത്തോ. അത് കഴിഞ്ഞ് പ്ലാങ്ക്. ഇത് വയറിന് നല്ലൊരു പിടിക്കുന്ന സാധനമാണ്. ഇതും ഒരു 3 സെറ്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾ ചെയ്യുക. ഒരു അടുത്ത വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബാറ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു സാധനം മതി ഇങ്ങനെ നമുക്ക് കൈ വെച്ചൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു 3 സെറ്റ് ചെയ്യുക. ഇത് നമുക്ക് സൈഡ് ഫാറ്റ് കുറയാൻ നല്ല സഹായിക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു 3 സെറ്റ് ഈ ഒരു ട്വിസ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾ ചെയ്യുക. ഇതും നല്ലതാണ്. ഇതെല്ലാം കുറച്ച് എളുപ്പമുള്ള കാര്യങ്ങളാണ്, നല്ല പാടുള്ളതൊന്നും അല്ല. നല്ല പാടുള്ള ഐറ്റംസുകളുണ്ട്, പക്ഷേ വീട്ടമ്മമാർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. വയറ് കുറയ്ക്കാൻ ഉള്ള വർക്കൗട്ട്സാണിത്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 3 തവണയെങ്കിലും ചെയ്യണം. അപ്പോൾ ഇത്രയും വർക്കൗട്ട്സൊക്കെ ചെയ്താൽ മതി. അടുത്ത വർക്കൗട്ട് ഹൈ നീസാണ്. ഹൈ നീസ് നമുക്കൊരു 3 സെറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സെറ്റ് 12 റെപ്പ്. ഓരോ സെറ്റിലും 2 ടു 3 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വർക്കൗട്ട്സ്, ഞാൻ പറഞ്ഞ സാധനങ്ങളും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വയറ് കുറയത്തുള്ളൂ. വർക്കൗട്ട്സ്, ഡയറ്റ്, മെയിൻറ്റെയിൻ കാലറി നോക്കണം. അതേപോലെ ഷുഗറും ഓയിലും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്താൽ മാത്രമേ നിങ്ങളെ വയറ് കുറയത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഓർക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇനി വേറെ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട്സിനെ കുറിച്ചോ ഹോം വർക്കൗട്ട്സിനെ കുറിച്ചോ എന്ത് ചോദ്യം അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. സിമ്പിളാണ്. നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പം ചിലപ്പം അറിഞ്ഞൂടാത്ത ഒരുപാട് പേർക്ക്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ അത് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാം അടുത്ത വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ പറയാനുള്ള ഏകദേശം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. നിങ്ങൾക്ക്
ഈ ചാടിയ കുടവയറൊക്കെ കുറയ്ക്കാം. പിന്നെ അസുഖമുള്ളവർ, എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഈ നിങ്ങളെ കാണിക്കുന്ന ഡോക്ടേഴ്സിനെ ഇത് ചോദിച്ചിട്ട് മാത്രമേ ഈ ഡയറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കുക. നോർമലി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ആൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കാരണം ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നല്ല ഒരു ഫുഡും റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് എല്ലാം കട്ട് ചെയ്ത് നോർമലായിട്ടുള്ളൊരു ആഹാരങ്ങൾ കഴിച്ചാൽ തന്നെ വയറ് കുറയും. അതിൻ്റെ കൂടെ വർക്കൗട്ട് കൊണ്ട് ചെയ്താൽ നല്ലതാണ്. അതും ജിമ്മിൽ പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ പറയാം. എൻ്റെ പേര് അക്ഷയ് എന്നാണ്, വീട്ടിൽ അച്ചു എന്ന് വിളിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ആവാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.